ാടുവാൻ കൃഷ്ണ കേണു വിളിക്കുമൻ കൺപൊഴിയും വരെ കാണട്ടെ നിന്നെ ഞാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മന്ദത കൊണ്ടു പിഴകൾ ചെയ്തെങ്കിലോ മാപ്പിഴക്കുന്നു ഞാൻ കൃഷ്ണ മന്ദത കൊണ്ടു പിഴകൾ ചെയ്തെങ്കിലോ മാപ്പിഴക്കുന്നു ഞാൻ കൃഷ്ണ കാവളി വന്നനെ കാരുണ്യപൂർണനെ കാമിതം നൽകുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നീക്കില്ലൊരാശ്രയം പങ്കജലോചന കൃഷ്ണ നീക്കില്ലൊരാശ്രയം പങ്കജലോചന കൃഷ്ണ കൈതൊഴാം കൈതൊഴാം ദേവകീ നന്ദന കൈതൊഴാം കൃപാദം കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൈതൊഴാം കൈതൊഴാം ദേവകീ നന്ദന കൈതൊഴാം കൃപാദം കൃഷ്ണ കുമ്പിട്ടിരിക്കുമൻ മുമ്പിൽ കഴിയാതെ അമ്പിയെന്നാടുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മഞ്ഞ പുടവയും തീരിയും ചാത്താം ഞാൻ അഞ്ജനവന്മനെ കൃഷ്ണ അന്തിക്കു പൂജയ്ക്കൻ മാനസ കോവിലിൽ ചിന്തകം തുള്ളുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പീതാംബരം കരവിലാസിതശങ്കരകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം ആദിസുന്ദരമണ്ഡലയേശമനിശം ഹൃദിഭാവയാമി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ
ഭരതയോഗീശ്വരൻ്റെ ദിവ്യമായ കഥ പറഞ്ഞു. നമ്മൾ നേരത്തെ കേട്ടു. ഭരതയോഗീശ്വരൻ എങ്ങനെയുള്ള ആളായിരുന്നു? നല്ല അഭയം, നിർഭയത, അതുമാത്രമല്ല നിരപേക്ഷനാണ്, നിഷ്പക്ഷനാണ്. അദ്ദേഹം പരമഭാഗവതനാണ്, സർവഭൂത സുഹൃത്താണ്. ഇങ്ങനെ സർവഗുണങ്ങളും സമ്മേളിച്ചതായിരിക്കുന്ന ഭരതയോഗീശ്വരൻ്റെ കഥ പറഞ്ഞു നേരത്തെ. അദ്ദേഹം ഭദ്രകാളി ദേവിയായിട്ട് അവതരിച്ച ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് സിന്ധുസൗബിയിലെ രാജാവായിരിക്കുന്ന രഘുഗണനെ കണ്ടുമുട്ടിയത്. രഘുഗണൻ കപിലമൂർത്തി എന്ന മഹാഗുരുവിനെ കണ്ട് തത്വം ഗ്രഹിക്കാനായിട്ടുള്ള യാത്രയാണ്. എന്താണ് രഘുഗണൻ്റെ പ്രത്യേകത? എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. നല്ല ജ്ഞാനം നേടിയിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് തലയിൽ കയറ്റിയിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ എത്രയാണ് ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കുന്നത് കണക്കില്ല. ഇതെല്ലാം വായിച്ചിട്ട് ഇപ്പം എന്തായി? തലയിൽ ആദ്യം ഒരു മുഴക്കം നോക്കാം എന്ന് പറയാറില്ലേ? എന്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കണ്ടായി. നാളെ അങ്ങനെ ഒരു അമ്മ പറഞ്ഞെടുത്ത് ഒരിടത്ത് വായിക്കുന്നപ്പോൾ അമ്മ ഇതുപോലെ ഭയങ്കരമായിട്ട് ഭാഗവതമൊക്കെ വായിക്കുന്നത് അന്തർജനാണ്. അപ്പോൾ അന്തർജനം പറഞ്ഞു, രാവിലെ ഭാഗവതം ക്ലാസ്, അത് കഴിഞ്ഞാൽ നാരായണീയം ക്ലാസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീത ക്ലാസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സൗന്ദര്യലഹരി ശിവാനന്ദലഹരി പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു നമുക്ക് നന്നായി നിർത്തിപ്പോകും. ഇതിൽ കൂടുതലൊന്നും ഈ തലമുറ കഴിഞ്ഞ് തോന്നുന്നു ചെയ്യാൻ കഴിയാറ്. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ വഴി വെച്ചാൽ നടക്കണം. അപ്പോൾ ഇനി ക്ലാസ്സിൽ പോയി ഇതൊക്കെ പഠിച്ചിട്ട് ഇനി എങ്ങനെ നമ്മൾ ആയിത്തീരാണ് അല്ലേ? ഇപ്പം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ ഭാഗവതം വായിക്കാൻ പറ്റാനില്ല. കാരണം ഭാഗവതം വായിക്കുമ്പോൾ ശിവാനന്ദലഹരിയുടെ ശ്ലോകം കയറി വരും. അതെന്താണെന്ന് വെച്ചാൽ സൗന്ദര്യലഹരി കയറി വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ അതാണോ പാകം സംശയമായി അല്ലേ? എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ്ടേ? ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രഘുഗണൻ. ഇതാരുടെ കഥയാണ്? നമ്മുടെ കഥയാണ് അല്ലേ? എന്തുമാത്രം പഠിക്കണം. ഒരു ഓരോരുത്തരും പഠിച്ചു കൊടുക്കണമെന്നുണ്ടാകും. ഉപനിഷത്തിൽ പഠിക്കുന്നു, ഗീത പഠിക്കുന്നു, പഠിച്ച് ഇപ്പം തന്നെ അങ്ങനെ എത്തുന്നുള്ള ഭാവമാണ്. ഒരിടത്ത് എത്തി ഞാൻ നമുക്കറിയാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ അതുപോലെ നിശ്ചയിക്കാം നമുക്ക്. രഘുഗണൻ അനവധി പഠിച്ചിട്ടും ഉള്ളിൽ നിന്ന് രജോഗുണം കൊടുക്കില്ല. ആ രജോഗുണം എന്താണ്? ഞാൻ ചക്രവർത്തിയാണ് എന്ന ഭാവം. അങ്ങനെ അദ്ദേഹം പല്ലക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് പരമഭാഗവതനായിരിക്കുന്ന, ഇത്രയും കേമനായിരിക്കുന്ന, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന, ബ്രഹ്മമായി പ്രശോഭിക്കുന്ന, ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഭരതയോഗീശ്വരനെ കണ്ടത്. പല്ലക്കിപ്പിച്ചു അദ്ദേഹത്തിനെ കൊണ്ട്. പല്ലക്ക് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സംശയം തോന്നി. വേഗം വഴക്ക് പറഞ്ഞു, നിന്നെ യമന്റെ ലോകത്തിലേക്ക് ഞാൻ വിടും, എൻ്റെ അഹങ്കാരത്തിനെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇങ്ങനെ പല പല വാക്കുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള വാക്കുകളൊക്കെ. അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അറിവുണ്ടാകുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ വരാതിരിക്കുന്നില്ലേ? നമ്മളിൽ ജ്ഞാനം പ്രകാശിച്ചു വരുമ്പോൾ വേണ്ടാത്ത വാക്കുകൾ വരികയാണ് നമുക്ക് എപ്പോഴും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ? ഇവിടെ പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നായ്ക്കൾ കിടക്കുന്നുണ്ട്. അതൊക്കെ പേടിയെ നോക്കാൻ കൂടും. അതിങ്ങാനും വന്നൊന്നും ആദ്യം നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ പക്ഷെ നമ്മളൊരാളോട് പറയുമ്പോൾ പട്ടി കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരു അറപ്പ് തോന്നുന്നു അതിനോട് അല്ലേ? ആ വാക്ക് പട്ടി എന്ന് പറഞ്ഞാൽ, നായ എന്ന് പറഞ്ഞാൽ, ശ്വാക്കൾ എന്ന് പറഞ്ഞാൽ സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ അതിന് സംസ്കാരമുണ്ട്. പട്ടി എന്ന് പറഞ്ഞാൽ ഒരു വകപ്പ് മുന്നോട്ടില്ലേ? ഇറച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ആ ഇറച്ചി എന്നുള്ള വാക്കിന് മാംസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഇങ്ങനത്തെ ഇറച്ചി എന്ന് പറഞ്ഞേക്കാൾ ഭേദം മാംസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു സഭ്യതയുണ്ട് അല്ലേ? ഇതാണ് ഈ വാക്കുകൾ. അപ്പോൾ ജ്ഞാനം നമുക്ക് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വാക്ക് വരിക? ഈ മാംസം എന്നും ശ്വാക്കളെന്നും അല്ലെങ്കിൽ നായ്ക്കൾ എന്നൊക്കെയുള്ള പദങ്ങൾ വരിക. ഇല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാവും? ഇതേപോലുള്ള പച്ചയായിട്ടുള്ള വാക്കുകൾ വരും അല്ലേ? മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും മനസ്സിനൊരു വല്ലായ്മ ഉണ്ടാക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരും അല്ലേ? അപ്പോൾ ജ്ഞാനം വേണ്ട മാതിരി നമ്മളിൽ പ്രകാശിച്ചു വരുമ്പോൾ അതൊക്കെ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ വാക്കിന് വ്യത്യാസം വന്നു. അദ്ദേഹം രാജാവാണെന്ന് മാത്രമല്ല, നിന്നെ ഞാൻ ചികിത്സിച്ച് വിടേണ്ടതെന്നാണ്. ചാരം മൂടിക്കിടക്കുന്ന തീക്കണൽ പോലെ ബ്രഹ്മം, ആ ബ്രഹ്മ തേജസ് ഒഴുകുന്ന അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഇതുപോലെയൊക്കെ പറയണത്ര. പറയണം പണ്ഡിതനാണെന്ന് വെറുതെ അഭിമാനിക്കുകയാണ് അത്ര രാജാവ്. പക്ഷെ ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഇന്നേ വരെ മിണ്ടാത്ത ഭരതയോഗീശ്വരൻ പറഞ്ഞു, അല്ലയോ രാജാവേ,
അങ്ങ് പറഞ്ഞതൊക്കെ വളരെ സത്യം തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ സ്വാമിയായ അങ്ങയുടെ ഭാരം ചുമക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. എനിക്ക് യാത്ര ചെയ്യാൻ കടന്നു പോകേണ്ട വഴി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ദൂരം ഞാൻ പോയിരുന്നേനെ. എനിക്ക് എങ്ങും പോകാനില്ലാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. എൻ്റെ പോകാനില്ലാത്തത് ഞാൻ ആത്മാവാണ്. അതാണ് എൻ്റെ ഭാവം. ഇതൊന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞിട്ട് നിശ്ചയിച്ചു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞതിൻ്റെ സാരം പറയാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ എവിടെയും നിറഞ്ഞിരിക്കുന്ന ആത്മാവിന് എവിടെ പോകാനാണ്? അതിൻ്റെ ആവശ്യമില്ല. അങ്ങ് പറഞ്ഞ ധർമ്മങ്ങളൊക്കെ എന്നെ ശിക്ഷിക്കും, ചികിത്സിക്കും, യമലോകത്തിലേക്ക് വിടും എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഈ ശരീരത്തിനെ നോക്കിക്കൊണ്ടാണ്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് തടിക്കുക, അതേപോലെ തന്നെ വിശപ്പ്, ദാഹം, ആദി വ്യാധികൾ, കടി, ഇച്ഛ, ജ്വര, ഉറക്കം, കോപം, അഹങ്കാരം, ഇതൊക്കെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊന്നും എൻ്റെ ആത്മാവിനെ ബാധിക്കില്ല. ഇതൊന്നും ആത്മാവിനെ ബാധിക്കില്ല. എൻ്റെയും കൂടെ പറയുന്നില്ല. അവർ പറഞ്ഞു ജീവിച്ചിരിക്കുക, മരിക്കുക, ഇതൊക്കെ ഏത് ധർമ്മങ്ങളാണ്? ഒക്കെ ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ് അല്ലേ? ഇതൊക്കെ ആദിയും അന്തവും ഉള്ളത് എന്തിനാണ്? ഈ ശരീരത്തിനാണ്. അല്ലാണ്ട് ആത്മാവിന് അന്തവും ഇല്ല, ആദിയും ഇല്ലാത്തതല്ലേ? ആ രണ്ട് വാക്കേ പറഞ്ഞോളൂ. ഇതങ്ങനെ. അത് മാത്രമല്ല, ഒരു ഉന്മത്തനെ പോലെ, ഒരു ജഡനെ പോലെ സഞ്ചരിക്കുന്ന എനിക്ക് ഉന്മത്തജത്ത ജഡവത്സ സംസ്ഥാം ജതസ്യമേ വീര ചികിത്സിതേന. നല്ല വാക്കങ്ങളോട് പറയാം. ഒരു ഉന്മത്തനെ പോലെ, ഒരു ജഡനെ പോലെ ജീവിതം നയിക്കുന്ന എനിക്ക് ഇനി എന്ത് ചികിത്സയാണ് അങ്ങ് തരാനുള്ളത്? ഒരു സത്യനും പ്രമത്തനുമായിരിക്കുന്ന എനിക്ക് ഇനി എന്തെങ്കിലും ശിക്ഷിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. നമ്മൾ മറ്റിലെ അദ്ദേഹം ഏതാനും വാക്കുകൾ അങ്ങനെ പറഞ്ഞു. എന്തിന് ഞാൻ എന്നാൽ ഈ സാധനം ചൊന്നു എന്ന് വെച്ചാൽ എൻ്റെ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സജ്ജനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇങ്ങനെ വേറെ ആവശ്യമില്ല. ഈ മനോഹരമായിരിക്കുന്ന വാക്കുകൾ അല്പം കേട്ടോളൂ, അല്പം പറഞ്ഞോളൂ. ഇങ്ങനെയാണ് സജ്ജനങ്ങൾ. ഏതാനും ചില വാക്കുകൾ പറയുമ്പോൾ തന്നെ കൊള്ളം കട്ടുകൊള്ള എന്ന് പറയില്ലേ, അത് ഹൃദയഭേദനം, അല്ലെങ്കിൽ ഹൃദയഗ്രന്ഥിയെ മുറിക്കുന്ന സുന്ദരമായിരിക്കുന്ന വാക്കുകൾ. ഇങ്ങനെയൊക്കെയാണ് സജ്ജനങ്ങൾ സംസാരിക്കുക. നമ്മളെപ്പോലെ ഇങ്ങനെ നയിക്കൊക്കെ വെച്ച് ഇങ്ങനെ രാഷ്ട്രീയക്കാരോ ഇവിടെ പറയുന്നില്ല. സജ്ജനങ്ങൾ അവരേതാനും വാക്കുകൾ പറഞ്ഞാൽ മതി. ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷി തമ്മിൽ ഇങ്ങനെ സംവദിച്ചു എന്നാണ്. രമണ മഹർഷിയെ കാണാൻ ശ്രീനാരായണ ഗുരുദേവൻ ചെന്നപ്പോൾ അങ്ങനെ കുറേ നേരം രണ്ടുപേരും സ്വീകരിച്ചിരുത്തി ഗുരുദേവനെ മുമ്പിലിരുത്തി കുറേ നേരം രണ്ടുകൂടി നോക്കിയിരുന്നു. അത്ര ഇങ്ങനെ ഒരു ദിവസമൊന്നല്ല, ദിവസങ്ങളോളം കണ്ണിലേക്ക് നോക്കിയിരുന്നു. ആരും സംസാരിക്കാനില്ല. കൂടെയുള്ള ശിക്ഷകങ്ങൾ പേനയും കടലാസുമായിട്ടിരിക്കുക. ഇവർക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഇതിൽ വിചാരിച്ചു എന്തെങ്കിലും പറയണ്ടായിരുന്നു. അവർക്ക് പറയാനില്ല. അവർ പറയുന്നതെല്ലാം കണ്ണിനെ കൊണ്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ശിഷ്യൻ ഉപദേശം നേടാൻ വന്നോട്ടെ. ഉപദേശം നേടാൻ മുമ്പ് പറഞ്ഞു, നീ ആദ്യം ദക്ഷിണ വയ്ക്കുക, എന്നിട്ട് ഞാൻ ഉപദേശം തരാം. അങ്ങനെ ഒരു ഗുരുനാഥം പറയാൻ പാടുണ്ടോ? ദക്ഷിണ എന്നിട്ട് ഉപദേശം തരാം. അപ്പോൾ ദക്ഷിണ വയ്ക്കുക, എന്നിട്ട് ഞാൻ ഉപദേശം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഗുരുനാഥ ആദ്യം ദക്ഷിണ ഉപദേശം തന്നിട്ടല്ലേ ദക്ഷിണ? അങ്ങനെയല്ലേ സാധാരണ? അപ്പോൾ പറഞ്ഞു, ദക്ഷിണ നിങ്ങൾക്ക് ഉപദേശം തന്നാൽ നീ ഞാനും ഒരേപോലെയായിരുന്നു, രണ്ടില്ലാത്ത അവസ്ഥ. പിന്നെ നിന്നിൽ നിന്ന് ഞാൻ ദക്ഷിണ വാങ്ങി കഴിഞ്ഞാൽ അത് അതിൽ ഇതാണ് സജ്ജനങ്ങളുടെ ഭാവം. അപ്പോൾ തന്നോളം ആക്കി തീർക്കുക, അങ്ങനെയില്ലേ? അതാണ് ഇതൊരു ഭാവം. അല്ലാണ്ട് മറ്റൊന്നല്ല. ദക്ഷിണയല്ല ഒരു വിഷയം. അതിനെ വേണ്ട മാതിരി ഗ്രഹിക്കണം നമ്മൾ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇന്നൊക്കെ വലിയ ഉപദേശം നേടാനുള്ളതും നമ്മൾ സാധാരണക്കാർക്ക് വിചാരിക്കില്ലേ? അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? നീ എന്നോളമായി കഴിഞ്ഞാൽ പിന്നെ നീ ഞാനും ഇല്ല, ഞാൻ തന്നെ നീ ആ ഒരു ഭാഗത്തിലെത്തും. ഇവിടെയും അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു, ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അസൂയാസംക്ക് അഹങ്കാരാദികളാകുന്ന വിചാരങ്ങളെ മുഴുവനും മുറിച്ച് കഴിയുന്ന ഏതാനും വാക്ക് അസംബോധം. ഞാൻ ആരാണെന്ന് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ആത്മാ. അതങ്ങനെ പറഞ്ഞോടുകൂടി വേഗം പല്ലക്ക് നിർത്തി അതിൽ നിന്ന് താഴെ ഇറങ്ങി രാജാവ് എന്ന ഭാവം ആ നിമിഷമേ വിട്ടുപോയിരുന്നു. ഇതൊരു പുണ്യ ഭാഗവതം പറഞ്ഞു തന്നെയോ? അതാണ് സജ്ജനങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ഈ അഹങ്കാരമുള്ളൂ. എപ്പോൾ നമ്മൾ ആ പാദ ധൂളികൾ നമ്മുടെ ശിരസിൽ അണിയാനിടയാണോ അപ്പം തീർന്നു നമ്മുടെ സകലത്
എല്ലാ അഹങ്കാരം ആ നിമിഷം പുതിയായിട്ട് മാറും. ആ കാഴ്ചയെ നമുക്ക് ശരിക്കും പുരുഷ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ഭാഗവതം നമുക്ക് ചെറിയ കഥകളെ കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ വിസ്തരിക്കേണ്ടതെല്ലാം എനിക്കറിയാം. ഇങ്ങനെന്നല്ല പറയേണ്ടത്. അതിനൊക്കെ എത്ര സമയം എടുത്ത് പറഞ്ഞാലും മറ്റു വരാത്ത അതിഗംഭീരമായിട്ടുള്ള വിഷയമാണ് ഭാഗവതത്തിലെ. അപ്പോൾ ഇതൊക്കെ സാധാരണ അത് പറയില്ല. എന്താണെങ്കിലോ ഇങ്ങനെ അവരൊന്നും സംസാരിക്കുന്ന അങ്ങനെ നമ്മൾ പോവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് മറ്റൊരാളെ പരിഭരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടെ ഉള്ളവരെ നമുക്ക് അങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം നമ്മളും അതേപോലെ ഉയർന്നു വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളെ ഉയർത്താൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആരും അതിന് ശ്രമിക്കാറുള്ളൂല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാജാവ് ആ ഭാവം ഉപേക്ഷിച്ചിട്ട് ആ കാലത്തിൽ വീണ് നമസ്കരിച്ചു ക്ഷമാപൂർവ്വം ഇങ്ങനെ മറഞ്ഞ് സഞ്ചരിക്കുന്ന അവിടുന്ന് ആരാണെന്ന്. ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്. ഹസ്തം നിഗൂഢചരസി ചിതാനാം വിപക്ഷിസൂത്രം കഥമോ അവധൂത കസ്യാസി പുത്രത്യ ഇഹാപി തസ്മാത് ക്ഷേമായന ചേതസിനോ ശുക്ല. ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ ഗൂഢമായി സഞ്ചരിക്കുന്ന അവിടുന്ന് ആരാണ്? ബ്രാഹ്മണനെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ യജ്ഞോപവീതം കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല ഏത് അവധൂതനാണെന്ന്, ആരുടെ മകനാണ്, ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു, എന്നെ രക്ഷിക്കാനായി എത്തിച്ചേർന്ന കപിലമൂർത്തിയാണോ അവിടുന്ന്? അത് മാത്രമല്ല ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, എനിക്ക് ഇന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്നോ മഹാദേവന്റെ തൃശൂലത്തെയോ കാലന്റെ ദണ്ഡത്തിനോ എനിക്ക് ഭയമില്ല. പക്ഷേ ബ്രഹ്മനിഷ്ഠനായ അവിടത്തെ പോലുള്ളവരെ നിന്ദിക്കുക, അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു ഭയം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടതായിരിക്കുന്ന ഞാൻ യോഗീശ്വരനായിരിക്കുന്ന കപിലമൂർത്തിയെ അന്വേഷിച്ചിറങ്ങിയതാണ്. എനിക്ക് വേണ്ടതായിരിക്കുന്ന ജ്ഞാനത്തിനെ പറഞ്ഞു തരണേ. ഏത് ജ്ഞാനമാണ് അദ്ദേഹത്തിന് വേണ്ടത്? സംസാര മോചനത്തിനുള്ള ജ്ഞാനം. നമ്മളൊക്കെ അങ്ങനെയല്ല ചോദിക്കാം. എൻ്റെ സമയമൊക്കെ എന്താണെന്ന് നോക്കാൻ അറിയുന്നതിൻ്റെ ചോദിക്കാം. രാഹുവും കേതുവും വ്യാഴവും വെള്ളിയൊക്കെ എവിടെ നിൽക്കണേ, രണ്ടിലാണ് മുമ്പിലാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുക. ഇവിടെ ചോദിച്ചത് എന്താണ്? ഈ സംസാരത്തിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം. ഏതൊരു ഗുരുനാഥനെ കണ്ടാലും നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് അതാണ്. കാരണം സംസാരം എന്ന് പറയുന്നത് ഗ്രഹാബുദ്ധിയാണ് അല്ലേ? ആ ഗ്രഹാസക്തമായിരിക്കുന്ന ബുദ്ധി, ആ മനസ്സാണ് നമുക്കെല്ലാം. അതിലങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഇനി അതിൽ നിന്ന് കരകയറാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എത്ര വേഷം കെട്ടിയാലും എത്ര സന്യാസിയായാലും നമുക്ക് മോഹം അതിൽ വരും. അത്രയും കേമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ആ ബുദ്ധി ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഗുരുനാഥ, എൻ്റെ സംശയങ്ങളൊന്നും തീർത്തു തന്നെ. ഈ ദേഹേന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുന്ന, ദേഹേന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതെല്ലാം ആത്മാവിനെ ബാധിക്കില്ലേ എന്നാണ് ചോദ്യം. അതവിടെ ചോദിച്ചു കേട്ടപ്പോൾ തന്നെ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഭരതൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് കോപിത വാദവാദാണ്, അങ്ങേക്ക് അറിവുണ്ട് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. നമ്മളെപ്പോലെ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ വലിയവായി പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കില്ല. അത് പണ്ഡിതരൊന്നുമില്ല. നമ്മുടെ ധാരണയാണ് ഞാൻ എന്തൊക്കെയോ അറിയുന്നൊക്കെ അല്ലേ? നാരായണനെ കുറിച്ചൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കുക? ഞങ്ങൾ ആരാന്നൊക്കെ ആകാം ഒരു പിടിയില്ല. ഇപ്പോൾ സന്ദ്രാനന്ദ ബോധം ഇല്ലാത്ത ആളുകളാണ് ഈ കൊണ്ടിടക്കുന്നത്. ഒരു ബോധമില്ല. അതേപോലെ നമ്മളൊക്കെ പറയണതും അഹങ്കരിക്കുന്നതൊക്കെ ഞാൻ ആരൊക്കെയോ അംഗീകരിച്ചാണ്. കോവിത മാത്രമാണ്. അങ്ങ് കേമനായിട്ട് അഭിനയിക്കേണ്ടത്, പക്ഷേ ഒന്നുമല്ല. സത്യം അറിയുന്നവനെ പോലെ സംസാരിക്കുന്നു. പക്ഷേ എന്തില്ല, അറിവുള്ളവർ ഈ മായാമയമായിരിക്കുന്ന ലോകത്തിനെ വെറും വ്യവഹാരമായിട്ട് മാത്രമേ കാണുള്ളൂ. ഇത് സത്യമാണെന്ന് ഒരിക്കലും വിചാരിക്കാറില്ല. കാരണം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എന്തൊരു സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടതല്ലേ? സ്വപ്നം കാണുമ്പോൾ സത്യമായിട്ട് നമുക്ക് തോന്നി, നല്ല അടി കൊടുക്കും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാം? ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പറ്റാൻ എന്താ അതിൻ്റെ ഒരു ഭംഗി? ശ്രീരാമകൃഷ്ണൻ്റെ മനസ്സിൽ പറയും, രാമായണം സിനിമ എടുക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ മുമ്പിൽ പോയി ഇരിക്കുകയാണ്, സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹനുമാൻ ആ ലങ്കാദഹനം നടക്കുന്നു. ആ ഗതയെടുത്ത് ഒരുത്തന്നെ നല്ല കടയും കൊടുക്കണം. കൊടുത്ത സമയത്ത് ഇവൻ്റെ പുറകിലിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ട ആവേശം കയറി അവൻ ആരായി മാറി, ഹനുമാനായിട്ട് മാറി എന്നാണ്. ആ ഗത കൊണ്ട് അങ്ങനെ പൊട്ടത്ത് അധികം മുമ്പിലിരിക്കുന്നുണ്ട് കർണക്കുറ്റി. ഇന്നത്തെ ഇവിടെ പറയാനില്ല. കുറച്ച് സൗണ്ടൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് സ്വയബോധം നമ്മൾ ഞാൻ തിയേറ്ററിലെ ഇരിക്കുന്നത്. അവിടെയുള്ള പോലെ ഇവിടെ ചെയ്യാൻ
ഇതാണ് സത്യം അല്ലേ? അപ്പം നമ്മളൊക്കെ ഈ സ്വപ്നത്തിൽ പെടുകയാണ് പലപ്പോഴും. സിനിമ കാണുന്ന സമയത്ത് അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ സ്വപ്നത്തിൽ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം സത്യമാണ്. നായ കടിക്കാമെന്നതും ആന കുത്താമെന്നതും പ്രതി ചാടിയതും മുത്തശ്ശൻ വന്ന് വരും എന്ന് വിളിച്ചതും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് നമ്മളിരിക്കുന്നു, പേടിക്കുന്നു, ചിലപ്പോൾ കരയണം, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചുള്ള ഭാര്യ നല്ല ഇടി വെച്ചിരുന്നു. എന്തൊരു ബഹളമായി ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം, കരയണമായി കാണുന്നു. ചിലപ്പോൾ നല്ല ചവിട്ടും വെച്ചിരുന്നു. ഇതൊക്കെ ഇങ്ങനെ അപ്പോഴാണ് ഓർമ്മ വരുന്നത്. കട്ടിലിൻ്റെ മുകളിൽ തീപ്പൊട്ടിക്ക് വരുമ്പോൾ അറിയുന്നത് ഞാൻ സ്വപ്നം കാണുമായിരുന്നു അറിയാം അല്ലേ? ചവിട്ട് വരുമ്പോൾ അറിയാം. അവർക്ക് അങ്ങനെ കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ആളുണ്ടായിരുന്നു. നമ്മുടെ ബന്ധു അദ്ദേഹം ഇതുപോലെ പൂച്ചയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ പൂച്ച അടുത്തേക്ക് വരുന്നത് പോലെ അദ്ദേഹം സ്വപ്നം കണ്ടു. ദേഷ്യം ഒന്ന് നിലത്താ കിടക്കണത് ആയന് പുറത്താൻ ചവിട്ട് കാലിനൊരൊറ്റ ചവിട്ട്. പൂച്ച കണ്ടപ്പോഴായ അദ്ദേഹം ചവിട്ട് ഒരൊറ്റ തൊഴിൽ വെച്ച് കൊടുത്തു. തൊഴിൽ കൊണ്ടത് അടുത്തൊരു മരത്തിൻ്റെ അലമാരി ഉണ്ടായിരുന്നു. എൻ്റെ പറ്റിനാണ് പിന്നെ പറയാനോ നേരപ്പിടിച്ചായപ്പോൾ കാലിത്രയും കത്തലും മന്ത് പോലെ ഇരിക്കും. ഇതെന്തായിട്ട് ഇങ്ങനെ വെച്ചത് ഒന്നും പറയണ്ട. പൂച്ചക്കിട്ടെടുത്ത് ഒഴിവെടുത്തതാണ്. പൂച്ചയേ ഇല്ല കുടുംബത്തിൽ. ചവിട്ട് കൊണ്ടൊക്കെ എന്തായി അദ്ദേഹത്തിന് തന്നെ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? ഇതാണ് സ്വപ്നാവസ്ഥ. നമുക്ക് ദുഃഖമായിട്ട് വരണം. ഇവിടെ പറഞ്ഞു അങ്ങ് ഗൃഹസ്ഥ ആശ്രമത്തിൽ കഴിയുന്ന ആളല്ലേ, അതിലെന്തെല്ലാം കാര്യങ്ങൾ അങ്ങ് ചെയ്തു. യാഗങ്ങൾ, യജ്ഞങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാം കോലാഹലങ്ങൾ ചെയ്ത് കഴിച്ചു അദ്ദേഹം. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിൽ നിന്നും മാറിയിട്ട് തത്വത്തിനെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പോഴും നോക്കിക്കോളൂ. ഇന്നാൾ കഴിഞ്ഞൊരു മണ്ണൂട്ടിൽ അവിടെ എവിടെയാണ്ടൊരു യാഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയപ്പോൾ അവിടെ എവിടെയൊക്കെ യാഗം നടത്തുന്നത്ര. ഈ യാഗത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കത്തിക്കുന്നു, കുറേ തീയുണ്ടാക്കുന്നു, അവസാനം ഇതൊക്കെ പാടെ കത്തിച്ച് യാഗങ്ങളാകുന്നു. അത് തന്നെയുള്ള പരിപാടി. കുറേ ദക്ഷിണ വാങ്ങിച്ചു പോകുന്നു. ഇതിൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും അവരെന്തിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, തത്വത്തിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആരെങ്കിലും ആത്മാവിനെ ചർച്ച ചെയ്യാറുണ്ടോ? അവർ ചർച്ചയെ വച്ച് നോക്കിക്കോളൂ. അപ്പം അറിയാം ഇവരുടെയൊക്കെ വിവരം എന്തുണ്ടാകുന്നു. ഈ എന്നൊക്കെ അറിയാനല്ലാതെ കൊണ്ട് ആത്മാവിനെ വിലയിരുത്താനോ ആത്മാവിനെ അറിയാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് അറിയോ? ഈ ചെയ്തവരൊക്കെ ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ മുഴുവനും എന്താ കിടക്കുന്നത്? ഗൃഹസ്ഥ ചിന്തകളാണ്. ഇത് ചെയ്തിട്ട് വേണം എനിക്ക് ആ അതിപിടിപ്പാട് ഏതാണ്ട് പിടിപടർച്ചയാണ്. അങ്ങനെ പിടിപിടികളൊക്കെ ആയിട്ട് കടുപിടിയൊക്കെ ആയിട്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനം വെച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ദക്ഷിണയൊക്കെ തരും. അതൊക്കെ അങ്ങനെ പിടിപിടിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നല്ലാതെ കൊണ്ട് തത്വവിചാരം ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ യാഗം ചെയ്യാൻ പറ്റില്ല, പൂജയും ചെയ്യാൻ പറ്റില്ല, ഹോമം ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം ഹോമോണ്ടത്തിന് എത്ര കാഴ്ച വേണം. ഒരു കലശം വരുമ്പോൾ നോക്കിക്കോളൂ. സന്ധിമാരെന്താ ചർച്ച ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എപ്പോഴെങ്കിലും നോക്കിക്കോളൂ. ഞാൻ കുറേ കലശത്തിന് പോയിട്ടുള്ള ആളാണ്. പണ്ട് പരമേശ്വരൻ്റെ സമയത്ത് കലശക്കാലത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വൈകുന്നേരത്തെ പരിപാടികൾ കഴിഞ്ഞാൽ എല്ലാവരും കുറേ തന്ത്രിമാരുണ്ടല്ലോ. അദ്ദേഹത്തിന് ശിക്ഷണങ്ങളാണ് ഒരുമായി തന്ത്രിമാരൊക്കെ എല്ലാത്തിനെയും നിലത്തണ്ടിരിക്കും. അദ്ദേഹം കസേരമിരിക്കും. എന്നിട്ട് ചോദിക്കും, ഓരോരുത്തർക്കും ഓരോരോ ക്രിയകൾ കൊടുക്കും. താൻ ഇന്ന ഹോമം, താൻ ഇന്ന ഹോമം, താൻ ഇന്ന ഹോമം എന്നൊക്കെ പറയും. ഇതൊക്കെ കഴിഞ്ഞാൽ അതിന് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എന്താണെന്നറിയോ? ഈ ഹോമോണ്ടത്തിന് എത്ര താഴ്ച വേണം, എന്തൊക്കെ ദ്രവ്യങ്ങൾ വേണം, ഇനി ആർക്കെങ്കിലും മന്ത്രത്തിൽ സംശയമുണ്ടോ, നെയ്യ് എന്തുമാത്രം ഹോമിക്കണം, ഇതൊക്കെയാണ് ഈ ശാശ്വതാന്തികൾ പറയുന്നുള്ളൂ. അല്ലാണ്ട് പരമേശ്വരനെ ആരോടെങ്കിലും പറയാറുണ്ടോ? അതേ പക്ഷേ പെരുമാറ്റത്തിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. കാരണം എന്താ? പെരുമാറ്റത്തിനാണ് അവരുടെ ദേവതയെങ്കിലും അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നതെല്ലാം ഹോമോണ്ടത്തിന് എത്ര കാഴ്ച വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം, മന്ത്രത്തിന് എന്തെങ്കിലും രക്ഷകുണ്ടോ, വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇത് ഗ്രഹൻ്റെ മാത്രമല്ല ആരുടെയും കഥയിൽ തന്നെയാണ്. അപ്പോൾ ഈ വക കോലാഹലങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കണ്ട് ഈ മായാ കാര്യങ്ങളല്ലാതെ കണ്ട് ഒരിക്കലും എന്തിനെ ചിരിക്കാറില്ല. ഈശ്വരനെക്കുറിച്ച്, തത്വത്തിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് യാതൊരു ചിന്തകളും ഇല്ലാന്നാണ്. അതിവിടെ പറയണു. തസ്യ തത്വഗ്രഹണായ സാക്ഷാൽ വരീയസീകപിവാചസമാസൻ സ്വപ്നേ നിരുക്തിയാഗ്രഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. എല്ലാവരും ഈ സ്വപ്നവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണം. തസ്യ തത്വഗ്രഹണായ സാക്ഷാൽ വരീയസീരപി വാചസമാസൻ സ്വപ്നേ നിരുക്തിയാ ഗ്രഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം
സ്വയം സ്യാൽ. സ്വപ്നവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഗൃഹസ്ഥാശ്രമ സുഖത്തിനെയൊക്കെ ഉപേക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്ക് അല്ലേ? എല്ലാം അനുഭവിക്കണം. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഒരു കൊച്ചുകുട്ടിയായിട്ട് നമ്മൾ ഓടി നടന്നവരാണ്. ഇപ്പം നമ്മുടെ അവസ്ഥ എന്തായി? കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നമുക്ക് മോഹം തോന്നാറുണ്ട്, അതുപോലെ ഒന്ന് ഓടി എടുക്കാൻ സാധിച്ചെങ്കിൽ. പക്ഷെ ഇപ്പം അങ്ങനെ ഓടി ഇറങ്ങി കഴിഞ്ഞാൽ മക്കൾ ചെങ്ങലക്കിടും, എന്തോ കുഴപ്പമുണ്ടെന്ന് അല്ലേ? അപ്പോൾ ഇത് ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ആലോചിച്ചോളൂ. ഇന്നലെ കണ്ട സ്വപ്നം ഇന്ന് കാണാറുണ്ടോ നമ്മൾ? അതില്ല. ഇന്നലെ കണ്ടത് കഴിഞ്ഞു. അത് ഇന്നലെ നേരെ കണ്ണു വന്നപ്പോഴേ ആ പരിപാടി തീർന്നു. ഇന്ന് പുതിയ പരിപാടിയെ കാണാം. എത്ര കാലമായി? 80 വയസ്സായെങ്കിൽ 80 വയസ്സിൻ്റെ ഇടയിൽ എന്തുമാത്രം സ്വപ്നം നമ്മൾ കണ്ടുകൂട്ടിയതല്ലേ? അത് രാത്രി കാണുന്ന സ്വപ്നം. ഇവിടെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയുള്ള സ്വപ്നങ്ങളെ കാണുന്നറിയോ? അപ്പോൾ ഓരോരുത്തർ വായനയ്ക്കല്ലോ കാണുന്ന തൂങ്ങിക്കൊണ്ടിരുന്ന എന്തെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വായന കേൾക്കുന്നവർ, പ്രഭാഷണം കേൾക്കുന്നവർ 2-3 ഉണ്ടാവും. ബാക്കിയെല്ലാം ഇന്ന് സ്വപ്നം നെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ അല്ലേ നമ്മുടെ ജീവിതം എന്ന് ആലോചിച്ചോളൂ. ഇന്നലത്തെ പോലെയല്ല ഇന്ന് നമുക്ക് ജീവിതം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഓരോ പിറന്നാൾ കഴിയുന്തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരിക്കലും പിറന്നാൾ ആഘോഷിക്കരുതെന്ന് പറയും. കാരണം എന്താ? ഓരോ പിറന്നാളും നമ്മളെ മരണത്തിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. മരണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണോ അപ്പോഴാണ് നമ്മൾ കേക്ക് മുറ്റാ ചടങ്ങും വാരി വെച്ചുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുന്നതല്ല. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ അറിയണില്ല. ഇവിടെ പറയണു, ലോകാനുഭവങ്ങളുടെ ഒരു ചെറിയ മാതൃകയാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ. ലോകാനുഭവങ്ങൾ ഇങ്ങനെയല്ലേ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും നടക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാത്രി ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല സ്വാമി എന്ന് പറഞ്ഞു. എൻ്റെ ഉറങ്ങാണ്ടേ 10 മണിയായപ്പോൾ എന്നെ വിളിച്ചേക്കാം. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. കാരണം എന്താ? ഭർത്താവ് ഗൾഫിലാണ്. അതിൻ്റെ അടുത്ത് എവിടെയാണ്ടോ ചെന്ന് ഏതാണ്ട് പിടികൊണ്ട് വീഴും. അതിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് ഇവിടെ ഒപ്പം പോയിരുന്നാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആദ്യം അത് വലിയ ഭാവത്തോടുകൂടി പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് അവിടെ നിന്ന് മാറിയിട്ട് 3-4 കിലോമീറ്റർ ദൂരേക്ക് അവർ മാറ്റിക്കൊണ്ടുപോയി അവർ താമസിപ്പിച്ചൊക്കെ സമാധാനമായിരുന്നു. സന്തോഷമായി. എത്ര പെട്ടെന്ന് ഇതാണ് സ്വപ്നം. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വരൂപം ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. രാവിലെ നമ്മൾ വന്നിരുന്നത് പോലെയല്ല ഈ 4 മണിയാകുമ്പോഴേക്കും അപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതെല്ലാം സ്വപ്നമല്ലേ? അപ്പോൾ ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന് നമുക്ക്, ഇന്നത്തെ പോലെയല്ല ഇനി നാളത്തേക്ക്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വരൂപം. എന്നിട്ടും എന്തെല്ലാം കാണുമ്പോഴും ഉണരുന്നതോടുകൂടി ആ സ്വപ്നാവസ്ഥകളൊക്കെ നമ്മളെ വിട്ടുപോകും. ഇത് നമുക്ക് തിരിച്ചറിയാതെ കണ്ട് നമ്മൾ കഴിയണം. ഇവിടെ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാളുള്ളതുകൊണ്ടാണ് അല്ലേ? മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനം ഗമെന്തുഹരി നാരായണായ നമഃ. നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സാകുന്ന ഈ കണ്ണിനും കണ്ണായിട്ടൊരാൾ, അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് സ്വപ്നം കാണുന്നതൊക്കെ. അത് പോയാൽ പിന്നെ എൻ്റെ പ്രയോജനം പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ബോധം എന്ന് പേര് പറയും. നമ്മൾ പറയാറില്ലേ, ഒരു ബോധമൊന്നുമില്ല എന്ന് പറയും. ഇങ്ങനെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോധമാണ് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നത്. സ്വപ്നം കാണിക്കുന്നതും ഇങ്ങനെ പലത് ചിന്തിക്കാനും, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും, ഭൂതത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും, വർത്തമാനത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും, പ്രവർത്തിക്കുന്നതിനും എല്ലാത്തിനും കാര്യകാരണമായിട്ട് നിൽക്കുന്നത് ഈ വസ്തുബോധമാണ്. ആ വസ്തുബോധത്തിനെ തന്നെയാണ് പല വാക്യങ്ങളിൽ കൂടി സർവം ബോധമയം ഒക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. സർവം ബോധമയം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 4 വാക്യങ്ങൾ. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി. അതേപോലെ തന്നെ ആ 4 വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ വാക്യങ്ങളെ നമുക്ക് മനസ്സിലാകാം. ബ്രഹ്മാസ്മി ഉള്ളതായിട്ടുള്ള 4 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് എന്തിനുള്ളതാണ്? ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ അതാകുന്നു എന്നെപ്പോഴും നമുക്ക് പറഞ്ഞു തരാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടും ഈ ജീവാത്മാവ് ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടും ഉപനിഷത്തും ഭാഗവതവും ഗീതയും ഒക്കെ പറയുന്നത് ഒരേ ഒരു സത്യത്തിനെയാണ്. ഇനി അതാകുന്നു, ഇനി അതാകുന്നു, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. എത്രയോ പ്രാവശ്യം തത്വമസി, അഹം ബ്രഹ്മാസ്മി. ഈ ശ്ലോകങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് ഊട്ടി ഉറപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മളെവിടം വരെ എത്തി? ഇപ്പോഴും ഞാനാരാണ്? ഞാനാ വീട്ടില്ല അല്ലേ? നമുക്കിപ്പോഴും അത് തന്നെയാണ്. ഞാൻ അതിൽ നിന്ന്
ഒരു പടി നമുക്ക് ഉയരാൻ സാധിച്ചില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ശരിയായിരിക്കുന്ന വസ്തുവിനെ അറിയാതെ കണ്ട് നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു. സ്വർണത്തിനെ അറിയാതെ കണ്ട് സ്വർണ്ണാഭരണങ്ങളിൽ നമ്മൾ കുടുങ്ങി കിടക്കുന്നു. ഒരു മഹാരാജാവെ, ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു കൊടുത്തതെല്ലാം മനസ്സിനെ കുറിച്ചാണ്, അല്ലാണ്ട് ശരീരത്തിനെ കുറിച്ചല്ല. ശരീരത്തിൻ്റെ ആദ്യം പറഞ്ഞു, വിശപ്പും ദാഹവും ഉറക്കവും എല്ലാം ശരീരഗ്രഹമാണ്. എന്നിട്ട് അതിനെ മാറ്റിക്കളഞ്ഞിട്ട് പറയുന്നതെല്ലാം മനസ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തോന്നുന്നത്, ഒരാളോട് ശത്രുത തോന്നുന്നതും ഒരാളോട് അർത്ഥം തോന്നുന്നതും ഒക്കെ മനസ്സുകൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലയോ മഹാരാജൻ, ഈ മനസ്സാണ് മായാമയങ്ങളായിട്ട് ഭവിക്കാൻ കാരണങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് രാജാവാണെന്ന് തോന്നില്ലേ, സിംഹസ്വരൂപീഠത്തിലെ രാജാവാണെന്ന് പറഞ്ഞല്ലേ അങ്ങ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കയറി ഇതിൻ്റെ അടുത്ത് കയറി നടന്നതെല്ലാം രാജാവ് എന്ന ഭാവത്തിലല്ലേ. ഇതെങ്ങനെയാണ് അങ്ങ് രാജാവാകുന്നത്? ഇനിയിപ്പോൾ നാളെ ഞാൻ കയറിയിരിക്കണം, ഞാൻ രാജാവായി, അങ്ങ് ഭൃത്യനായിട്ട് മാറും. ഒരു നിമിഷം മതി. ഇന്നലെ ഞാൻ മകനായിരുന്നു, പിന്നെ ഞാൻ ആരായി? ഞാൻ പിന്നെ ഭർത്താവായി, അച്ഛനായി, മുത്തച്ഛനായി, പിന്നെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ പട ചെയ്യുന്നത്. അപ്പോൾ വെറും ഫോട്ടോ മാത്രമായിട്ട് മാറും. മക്കളുടെ മക്കൾ വരുമ്പോൾ അതും ദൂരെ കളിയിരിക്കണം. ഈ കുട്ടിയൊക്കെ ഫോട്ടോ അവിടെ ചെയ്യുന്നു ഒക്കെ ഇത് കണ്ണത് പോലെ അലർജിയ. ഇങ്ങനെയുള്ള വേണ്ടാത്ത ഫോട്ടോ ഒക്കെ വയ്ക്കുകയും പഴയ തറവാട്ടിലൊക്കെ പഴയ ആൾക്കാരുടെ ഫോട്ടോകൾ അല്ലേ ഇപ്പോൾ വീടുകളിലൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം എന്താണെന്നോ, ഇതിനെ കണ്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റാത്തൊരവസ്ഥ എന്താ, അല്ലെങ്കിൽ മഞ്ചേരിയിൽ വായിച്ചു വരും. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരമ്മ, ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. അവിടെയായിരുന്നു ഞങ്ങൾക്ക് താമസം. മുകളിലത്തെ നേരിൽ 2-3 റൂമുണ്ട്. ഞങ്ങൾ 3 പേരും 3 റൂമിലായിരുന്നു. നല്ല സൗകര്യം ഒക്കെ ഉണ്ടാക്കാൻ. നല്ല ടീച്ചറാണ് അവർ. എപ്പോഴും ഭാഗവതം നാരായണയൊക്കെ വായിക്കുന്ന നല്ല ടീച്ചറാണ്. അപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നത്. അപ്പോൾ അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ മുറിയിലും ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ കിടന്ന മുറിയിൽ അവർ തറഞ്ഞില്ലേ ഫോട്ടോ വെച്ചാണ്. നേരം വിളിച്ചായി കണ്ണു നോക്കുമ്പോൾ ഈ സ്വാമി ഇങ്ങനെ കണ്ണു വിളിച്ചിരിക്കുന്ന ഭർത്താവ്. അദ്ദേഹം എൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഇനി ആ മുറിയിൽ ഞാൻ കിടക്കില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഭർത്താവിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചാണ് മുറി അറിയായിരുന്നു. അതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത് പെട്ടിയില കട്ടിലിൻ്റെ അടിയിൽ ഇരിപ്പുണ്ടത്. ഇങ്ങോട്ട് കേട്ടാൽ പിന്നെ ആൾക്ക് കിടക്കുമോ ആലോചിച്ച് നോക്കിയോളൂ. ഭർത്താവും പോയി, എല്ലാം പോയി. അപ്പോൾ പിന്നെ അതിന് കിടക്കാൻ പേടി. പിന്നെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോ മാറ്റണം, അല്ലെങ്കിൽ ഇത് മാറ്റണം. ഇതില്ലാന്ന് വെച്ച് നാളെ വായന ഉണ്ടാവില്ല. കാരണം കൂടെ വായിക്കുന്ന ആൾ വായിക്കില്ല. അയാൾ പേടിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതെന്താ വന്നതെന്ന് വെച്ചാൽ ഫോട്ടോ കണ്ടതെന്ന് വെച്ച് നമുക്കിപ്പോൾ എൻ്റെ പ്രശ്നം. അയാളുടെ സാധനങ്ങളവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് എൻ്റെ കുഴപ്പം. പക്ഷെ മനസ്സ് അതിനോട് കൂടി ലയിച്ചു കയറണം അല്ലേ. മനസ്സുകൊണ്ട് നമുക്ക് ഭയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാം ബോധമുണ്ടാക്കുന്നതും ഈ മനസ്സുകൊണ്ടുള്ള ബന്ധനങ്ങളാണെങ്കിൽ ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം നാന്തരം സ്വബഹ്യം ബ്രഹ്മസത്യം പ്രത്യപ്രശാന്തം ഭഗവൽ ശബ്ദസംജ്ഞം യൽ വാസുദേവം തവയോ വദന്തി. ഇരട്ട ശ്ലോകം പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം പറഞ്ഞതെല്ലാം. ശുദ്ധമോദമാണ്, ജഗത്തിൻ്റെ പരമകാരണമാണ്, ആ ഒന്ന് മാത്രമാണ്, അകവും കുറവുമില്ലാത്ത ബ്രഹ്മമാണ്, അതുപോലെ സത്യമാണ്, ആ ശാന്തവസ്തുവാണ്. ഈ ബോധം തന്നെയാണ് ഭഗവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ പരമാത്മമായിരിക്കുന്ന ആ സത്യത്തിനെയാണ് വാസുദേവം തവയോ വദന്തി. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ആ ഈശ്വരനെ തന്നെയാണ്. അതിനെ യാഗാദികളെ കൊണ്ടോ പിതൃക്രിയാദികളെ കൊണ്ടോ ഗൃഹസ്ഥധർമ്മങ്ങളെ കൊണ്ടോ വേദത്തിലെയോ അതേങ്കിൽ ജലത്തിലും അഗ്നിയിലും സൂര്യനിലും ഒക്കെയുള്ള ഉപാസനകളെ കൊണ്ടോ ഒന്നും ഇതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അതിന് എന്ത് വേണം? അതിന് ഗുരു ഉപാസന തന്നെ വേണം. നന്നായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ശരിയായിരിക്കുന്ന ഗുരു ഉപാസന നമുക്ക് എപ്പോൾ ഉണ്ടാവണോ ആ നിമിഷം നമുക്കുടെ ബന്ധങ്ങളൊക്കെ, മനസ്സുകൊണ്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുപോകും. സൽഗുരു നമുക്ക് വേണ്ടതായിരിക്കുന്ന ജ്ഞാനത്തിനെ പ്രകാശിപ്പിച്ചു തരും. ഞാനും ആരായിരുന്നു? പണ്ട് ഒരു രാജാവായിരുന്നു. ആ രാജാവായിരുന്ന ഞാൻ, എനിക്ക് എന്തെല്ലാം ബന്ധം വന്നു. ഒരു മാനിനോട് ബന്ധം വന്ന് ഞാനും ഒരു മാനായിട്ട് പറഞ്ഞ് എത്രയോ ദുരിതം അനുഭവിച്ചു. അവസാനം വേണ്ടതായിരിക്കുന്ന തത്വവിചാരം ചെയ്തപ്പോൾ ഇപ്പം എന്തായി? ഞാൻ അതിൽ നിന്ന് മാറി ബ്രഹ്മമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ
സുന്ദരമായിരിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ഗൃഹജീവിതത്തിൻ്റെ കഥയും കൂടി 2 അധ്യായം കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ അനുഭവിക്കുന്നതല്ലേ. കള്ളന്മാരും ചോരന്മാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. കാട്ടിൽ ഭവനം എന്നാണ് പേര് തന്നെ, ഭവനം. ഭ എന്ന് പറഞ്ഞാൽ തന്നെ സംസാരം അർത്ഥം. അതുകൊണ്ടാണ് മഹാദേവൻ്റെ പേര് ഭവൻ അല്ലേ, ഭഗവതിക്ക് പേര് ഭവാനി എന്ന് പേര്. അപ്പോൾ ഈ സംസാരത്തിനെ മുറിച്ച് കളയുന്ന ഭവാനിയാണ് ഇവിടെ ഇരിക്കുന്ന ആൾ, അപ്പുറത്ത് ഇരിക്കുന്ന ആൾ ഭവനാണ്. അപ്പം അതുകൊണ്ട് ഈ ഭവനത്തിലാണ് നമ്മൾ കഴിയുന്നത്. പോരെ അവർ ഇതിനെ മുറിച്ച് കളയുന്ന ആളാണെങ്കിൽ നമ്മൾ ഈ കാട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം ധരഭവാന്നവാൽ. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മനസ്സിൻ്റെ അടിമയാണ്, ഈ ഭവനത്തിൻ്റെ അടിമയായിട്ട് മനസ്സ് ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് ആ മനസ്സിനെ ഉയർന്ന നിലയിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആത്മജ്ഞാനത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭരതയോഗീശ്വരൻ അവിടുന്ന് യാത്രയായി. നാരായണായ ഹരേ നമഃ ഹാസ്യമുഖത്വമവിയ സമുദാജഹാര. അങ്ങനെ അദ്ദേഹം യാത്രയായി. പിന്നെ ഭരതപുത്രനായിരിക്കുന്ന സുമതി, വൃദ്ധസേന, അങ്ങനെ 2 പേര്. അങ്ങനെ ആ വംശത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് സപ്തദ്വീപാ വസുന്ധര, ആ ഭൂമിയെക്കുറിച്ച് അറിയണം. 7 സമുദ്രങ്ങളോട് കൂടിയിട്ടുള്ള 7 മഹാദ്വീപുകളോട് കൂടിയിട്ടുള്ള ഈ ഭൂമിയെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോഴാണ് 16, 17, 18, 19, 20 5 അധ്യായത്തിനെ കൊണ്ട് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയാം. പഞ്ചഭൂതങ്ങളും എവിടെയുണ്ട്? ഭൂമിയിലുണ്ട് അല്ലേ. ആകാശവും വായുവും അഗ്നിയും ജലവും എല്ലാം ചേർന്നതാണ് ഭൂമി. അതുകൊണ്ടാണ് അധാരഭൂതാജഗതസ്വമേകാമഹീസ്വരൂപേണ യതസ്തിനാസി അപാം സ്വരൂപസ്ഥ്യായതേ കൃഷ്ണമഴീ. അമ്മ ആണ് ഇത് പറഞ്ഞു അല്ലേ. വെട്ടാട്ടമ്മ അന്വേഷിച്ച് നമ്മൾ നോക്കണ്ട, ഭൂമിയെ നോക്കിയാൽ മതി. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിരേ വിഷ്ണുപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എപ്പോൾ നമുക്കിത് സാധിക്കണോ അപ്പോൾ ഭഗവതിയെ പ്രധാനമായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയെ കണ്ടാൽ അത് മനസ്സിലാവും അല്ലേ. മാതൃഭാവം അമ്മയ്ക്ക്. അതുകൊണ്ട് സ്ഥൂലം പോകും സകല ജീവനികായധാമ. സകല ജീവരാശികളും ഏതൊന്നിലും നിറഞ്ഞിരിക്കുന്നുണ്ടോ അതിൻ്റെ പേര് ഭൂമി. ആ ഭൂമി ആരാണ്? അത് അമ്മയാണ്, ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞു. വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. ഇന്ന് പൂന്താനം പാടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാടി, പക്ഷെ മനസ്സിലായില്ലേ ഇതേവരെ. അപ്പോൾ നമ്മുടെ ഭൂമി എന്താണെന്ന് വെച്ചാൽ ഞാൻ വളർത്തി വെച്ചാണ് 10 സെൻറ്റ് ഭൂമിയാണ്, അതാണ് എൻ്റെ ഭൂമി അല്ലേ. മറ്റേത് എൻ്റെയാണ് അത്ര, അതാണ് നമുക്ക് കാണിച്ചു തരിക. അപ്പം അതുകൊണ്ട് ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ സപ്തദ്വീപ വസുന്ധര, സപ്തദ്വീപുകളിൽ ചേർന്നതായിരിക്കുന്ന ഈ ഭൂമിയാണ് അമ്മയുടെ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ തന്നെ ഓരോ ദ്വീപിലും ഓരോ തരത്തിൽ എല്ലാവരും ഈശ്വരനെ ഭജിക്കരുതെന്ന് പറയുമ്പോൾ കർമ്മക്ഷേത്രമായിരിക്കുന്ന ഈ ഭാരതഭൂമിയെക്കുറിച്ച് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ജംബൂദ്വീപിനെക്കുറിച്ച് ഏതാനും 2-3 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞത്. 17, 18, 19 3 അധ്യായത്തിനെ കൊണ്ട് ജംബൂദ്വീപിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. കാരണം എന്താ? അതിൽ ഭാരതഭൂമി ഉള്ളതുകൊണ്ടാണ്. മഹാമേരു എന്ന പർവ്വതം, അതിനെ ചുറ്റിക്കൊണ്ട് രാവതം, അതിൽ പാർവതി പരമേശ്വരന്മാർ അനന്തമൂർത്തിയായിരിക്കുന്ന സംഘർഷനെ ഭജിക്കണമെന്ന് പറഞ്ഞു. കേതുമാലം എന്ന പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലയ്ക്ക് ഭഗവാൻ ലക്ഷ്മിയാ കാമദേവസ്വരൂപേണ ഭഗവാനെ ഭജിച്ചുകൊണ്ട് മഹാലക്ഷ്മി അങ്ങനെ ഇരിക്കുന്ന ആ കേതുമാലത്തിനെ കുറിച്ച് പറഞ്ഞു. കിഴക്കു ഭാഗത്തായിട്ട് ഭദ്രാശ്വവർഷം എന്ന സ്ഥലത്ത് ഭദ്രശ്രവസ്സുകൾ ആ ഹൈഗ്രീവമൂർത്തിയായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഭജിക്കണമെന്ന് പറഞ്ഞു. തെക്ക് ഭാഗത്ത് കിൻപുരുഷവർഷം, അതേപോലെ ഹിരണ്മയം മുള്ളായിട്ടുള്ള ആ 3 വർഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ഭാരതവർഷം, ആ 3 ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, വന്നു പറയാൻ പറ്റിയില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദങ്ങൾക്ക് കിട്ടില്ല വാക്കുകൾ. അപ്പോൾ അതേപോലെ 3 വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഹരിവർഷം, കിംപുരുഷവർഷം, ഭാരതവർഷം. ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ സാക്ഷാൽ നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ സദാസമയത്തും ഭജിച്ചുകൊണ്ടിരിക്കുന്നു. കിംപുരുഷപക്ഷത്തിൽ ശ്രീരാമചന്ദ്രനെ സീതയോടും ലക്ഷ്മണനോടും കൂടി
സാക്ഷാൽ ഹനുമാൻ സ്വാമി അനന്യഭക്തിയോടുകൂടി ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവർഷത്തിൽ നരനാരായണമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ശ്രീനാരായണ മഹർഷി ഭജിച്ചുകൊണ്ടിരിക്കുന്നു മുമ്പ്. പിന്നീട് രമ്യകം, അതേപോലെ ഹിരണ്മയം, ഉത്തരകുരു 3 ഭാഗങ്ങൾ വടക്കുഭാഗത്ത്. രമ്യകത്തിൽ മത്സ്യരൂപത്തിലായിട്ടുള്ള ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. സ്വായുഭൂമനും ഭജിക്കുന്നു. പിന്നീട് രമ്യകം ഹിരണ്മയത്തിൽ കൂർമ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ആദ്യമായി ഭജിക്കുന്നു. ഉത്തരകുരുവിൽ വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ആ ഭൂമി ദേവി ഭജിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ 9 വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭൂമിയെക്കുറിച്ചാണ്, നമ്മുടെ ഭാരതഭൂമിയെക്കുറിച്ചാണ് 19ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഭാരതേക്ക് അസ്മിൻ പക്ഷേ ശരിശൈലാസന്തി ബഹവോ മലയ മംഗളപ്രസ്ഥാമൈനാകൂടാക്ഷഭ കൂടകോലകസ്യോ ദേവകീക്ഷ്യമൂക ശ്രീശൈലോ വെങ്കടോ. പർവ്വതങ്ങൾ, നദികൾ, നദങ്ങൾ, തടാകങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമാണ് ഈ ഭാരതഭൂമി. അത് പറഞ്ഞിട്ട് 8 ശ്ലോകം കൊണ്ട് ഒരു ദേശീയഗാനം പാടുന്നുണ്ട് ഇവിടെ. ഏതദേവ ഹിദേവാ ഗായന്തി, ദേവന്മാർ പാടിക്കൊണ്ടിരിക്കുന്ന ദേശീയഗാനം. നമുക്ക് മാത്രമൊന്നല്ല ദേശീയഗാനം ഭാഗവതത്തിൽ. അതിനു മുമ്പേ നമ്മുടെ ആൾക്കാരുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഭാരത ദേശീയഗാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഭാരത മക്കൾ എത്ര പുണ്യം ചെയ്തു എന്നാണ്. അഹോ അമീഷാം കിമതാ വിശ്വമോഹനം പ്രസന്നേഷാം സുജത സ്വയം ഹരി ഏവ ജന്മ ലബ്ധം ഭാരതാതിരെ മുകുന്ദ സേവോപേകം സ്പൃഹാഹിന. ഈ ഭാരതഭൂമിയിലല്ലേ ഇതേപോലെ ഗുരുവായൂരപ്പനെ ഭരിക്കുന്നുള്ളൂ. വേറെ എവിടെയെങ്കിലും ഭഗവാനെ സ്മരിക്കേണ്ടാവും. അതുകൊണ്ട് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായിട്ടെൻ്റെ കാര്യം പ്രകൃതി തപോഭ്രതി ദാനാഭിവാദ്യേന ഫൽഗുണ. യാഗങ്ങൾ, തപസ്സുകൾ, ദാനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എത്ര നാരായണ തപങ്കജ സ്മൃതി പ്രമുഷ്ടാതിശയേന്ദ്രിയോത്സവാന്. ശ്രീപാദങ്ങളിൽ ഭക്തി ഉണ്ടാകുന്ന, ശ്രീപാദ സ്മൃതി ഉണ്ടാകുന്ന ദേവന്മാർ പാടാം. അതില്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് ഈ ഭാരതത്തിലെ ആ നരജന്മം ശ്രേഷ്ഠം തന്നെയാണ്. അല്പസമയം കൊണ്ട് തന്നെ കർമ്മബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അങ്ങനെ മുറിഞ്ഞു പോയിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താം. ഞങ്ങളിങ്ങനെ ദേവലോകത്ത് ഇരിക്കുന്നുണ്ടെന്ന് മാത്രമുള്ളൂ. എൻ്റെ അവിടെ ഗുണം എന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും ജരാന്തരകൾ ബാധിക്കില്ല. പെയിൻ്റ് അടിക്കേണ്ട തലയിലും തലയിലൊന്നും. അത് മാത്രമല്ല, കണ്ണട വെക്കേണ്ട, പല്ല് കൊഴിഞ്ഞു പോകുന്നു പേടിക്കേണ്ട. പിന്നെ എന്താ, നല്ല ശാപ്പാടൊക്കെ കഴിക്കാൻ നല്ല ഉറക്കം, സുഖമാണ്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്തില്ല, ഭഗവത് കഥകൾ അവിടെ പാടുന്നില്ല, ഇപ്പം തീർന്നില്ലേ. അതുകൊണ്ട് അത് വേണ്ട ഞങ്ങൾക്ക്. എൻ്റെ കണ്ണ, ഞങ്ങൾക്കും ഈ ഭാരതഭൂമിയിൽ ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ ഒരു ഭാഗ്യം അത് തന്നാൽ മതി. എവിടെ ഭഗവത് കഥകൾ പാടുന്നുണ്ടോ, ഒഴുകുന്നുണ്ടോ, അവിടെ മറ്റ് യജ്ഞങ്ങൾക്കോ യാഗങ്ങൾക്കോ ദാനങ്ങൾക്കോ തപസ്സിനോ ഒന്നിനും ഒരു സ്ഥാനമില്ല എന്നാണ്. അതുകൊണ്ട് എത്ര കൃഷ്ണ പ്രകീർത്തിയതേ. എവിടെയാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്നത്? അവിടെയാണ് തത്രൈവ സത്യം വൈകുണ്ഠം കൈലാസം ഗയ. എന്തൊക്കെ ഉണ്ടോ, കൈലാസവും ഗയയും വൃന്ദാവനവും അതേപോലെ തന്നെ മണിത്യവും എല്ലാം എത്ര കൃഷ്ണ പ്രകീർത്തിയതേ. ഭാഗവതത്തിൻ്റെ വാർത്തകളാണ്. എവിടെ ഭഗവാനെ കീർത്തിക്കുന്നുണ്ടോ അവിടെ ഇല്ല. നമുക്കത് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വൃന്ദാവനത്തിലേക്ക് പോകണോ, ദ്വാരകയിലേക്ക് പോകണോ, ഗജവിലേക്ക് പോകണോ? ഭാഗവതം ഭംഗിയായിട്ടൂടെ മഹാത്മ്യത്തിൽ അതിനെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാണ് തത്രൈവ സത്യം വൈകുണ്ഠ കൈലാസോപരീകയ വൃന്ദാവനം ചകാശീക്ഷ എത്ര കൃഷ്ണ പ്രകീർത്തിയതേ. എവിടെയാണ് കൃഷ്ണനെ ശ്രീകൃഷ്ണൻ കീർത്തിക്കപ്പെടുന്നത്? അവിടെ തന്നെയാണ് സത്യലോകവും വൈകുണ്ഠവും കൈലാസവും ബദരിയും ഗരിയും വൃന്ദാവനവും കാശിയും എല്ലാം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ടോ? ശ്രുതി സ്മൃതി പുരാണാനി തീർത്ഥക്ഷേത്ര തപാംസിച്ച് സർവാണി തത്ര വർത്തന്തേ പ്രസങ്കീർത്യതേ ഹരി. എവിടെയാണ് ഹരികീർത്തനം നടക്കുന്നത്? അവിടെയാണ് ശ്രുതികളും സ്മൃതികളും പുരാണങ്ങളും തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും തപശ്ചര്യകളും എല്ലാം അവിടെ സന്നിധാനം ചെയ്യുന്നതാണ്. ഇതൊക്കെ നമുക്ക് എഴുതി വെച്ച് തന്നിട്ടും നമുക്ക് എന്ത് പിടി കിട്ടിയില്ല. ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ്. കാരണം എല്ലാം പഠിച്ച രീതിയിലാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഒന്നും നമുക്ക് അറിയില്ല. ഓരോ ശ്ലോകത്തിൻ്റെ ഇടയിൽപ്പെടെ പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് നമ്മളിവിടെ ഇങ്ങനെ നാമം ജയിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? നമ്മളിപ്പോൾ വൈകുണ്ഠത്തിലാണ്, നമ്മളിപ്പോൾ മണിജീവിതത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് അറിയില്ല എന്നുള്ളത്.
നമ്മൾ ഭാഗവതം വെച്ചുകൊണ്ട് നാമം ജപിക്കുമ്പോൾ അല്പം നേരെങ്കിലും കണ്ണൻ്റെ കഥ പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, നല്ല സുന്ദരമായിരിക്കുന്ന കഥകൾ, നല്ല ഉത്സവ കാഴ്ചകൾ, ഭക്ഷ്യപേയങ്ങൾ, നല്ല കാലാവസ്ഥ, സുന്ദരമായിരിക്കുന്ന കലകൾ, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ഭാരതഭൂമിയിൽ ഇല്ലാത്തത്, എൻ്റെ ഉള്ളത്? ഇതേപോലെ വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? നല്ല ചിന്താ സ്വാതന്ത്ര്യം, അത് മാത്രമല്ല എന്തും ചെയ്യാനുള്ള ആ എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത്രയും സുന്ദരമാണ്. നമ്മുടെ ഇഷ്ടം പോലെ ഈശ്വരനെ ഭജിക്കാം, നല്ലത് നേടാം. അങ്ങനെയുള്ള ഭാരതഭൂമിയെക്കുറിച്ച് പറഞ്ഞു. 20ാമത്തെ അധ്യായത്തിൽ മറ്റുള്ള ലോകങ്ങളെക്കുറിച്ച്, മറ്റു ദ്വീപുകളെക്കുറിച്ച് പറഞ്ഞു. വായുവിനെയും ബ്രഹ്മത്തിനെയും ഒക്കെ ഭരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞു. അവിടെ എല്ലാം ഓരോ തരത്തിൽ ഈശ്വരനെ കാണുന്നു. നമ്മൾ പല രൂപത്തിൽ കണ്ടിട്ടും പറയുന്നു, ഏകം സദ്വിപ്ര ബുദ്ധാവന്തി. ഒന്നിനെ തന്നെ പലതായിട്ട് പറയുമ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞു മറ്റുള്ളവരൊക്കെ ഒന്നിനെ മാത്രമേ കാണുള്ളൂ. ചില ദ്വീപുകളിൽ വായുവിനെയാണെങ്കിൽ ചിലർക്ക് വെള്ളത്തിനെയാണ്, ചിലവർ സൂര്യനാണ്, ചിലവർ അഗ്നിയാണ്, ചിലവർ ഇങ്ങനെ ഓരോന്നിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. പിന്നീടാണ് ഈ ലോകത്തിനെ മുഴുവനും പ്രചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂര്യനെ കുറിച്ച് പറഞ്ഞത്ര. ആ സൂര്യനെ കുറിച്ചാണ് പിന്നെ 2 അധ്യായങ്ങളെ കൊണ്ട് 2-3 അധ്യായങ്ങളെ കൊണ്ട് സൂര്യാദി ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. വിഷ്ണു ബ്രഹ്മ ശിവസ്വരൂപ ഹൃദയം വന്ദേ സദാ ഭാസ്കരം. ബ്രഹ്മാവും വിഷ്ണുവും ശിവന്റെയും ഹൃദയം എന്താണ്? സൂര്യനാണ്. അപ്പോൾ ആ സൂര്യൻ്റെ കാര്യം നമുക്ക് ഇനി പറയാൻ ധാരാളം. അത്രയും തേജസ്സാകുന്നായിരുന്ന ആ സൂര്യനെ ത്രൈലോക്യ ചൂടാമണി, ത്രൈലോക്യത്തിൻ്റെ മുഴുവൻ ചൂടാമണിയായിട്ട് എല്ലാത്തിനും പ്രകാശം പടുത്തിക്കൊണ്ട് എല്ലാവരെയും കർമ്മോത്സവമാകുന്ന ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് എല്ലാം പ്രകാശിക്കുന്നത് അല്ലേ? സകല ദേവന്റെയും അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് സൂര്യന്. അതുകൊണ്ടാണ് ലോകത്തിനെ മുഴുവനും, നമ്മുടെ ഈ ഭൂമിയെ മാത്രമാണ്, അതല്ല കോടാനുകോടി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എന്ന് വേണ്ട എന്തെല്ലാം ഉണ്ടോ നമുക്കറിയില്ലല്ലോ. അങ്ങനത്തെ അജ്ഞാതം വർണ്ണനീയം ഈ ലോകത്തോളം. ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉള്ളിലൊതുക്കിയിരിക്കുന്ന ഈ അമ്മയെക്കുറിച്ച് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം മേശാന്തി ഇപ്പം നടത്ത് മണിയടിച്ച് കഴിഞ്ഞാൽ ആൾ ചാടി വന്നിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത മണിയടിക്കുമ്പോൾ നട അടയ്ക്കും. അത് കഴിഞ്ഞാൽ ആൾ ഹോസ്പിറ്റലായി. പിന്നെ നേരെ പഠിച്ചാകുമ്പോൾ ഒന്ന് നോക്കും. ഇതാണ് ഭഗവതി അല്ലേ? നമ്മുടെ ഭഗവതി ഇങ്ങനെയാണ്. ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബ്രഹ്മാണ്ട കോടികളെല്ലാം ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള അന്നുപോലെ പട്ടുമണി പോലെ ഇത്തരത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രസവിത്രൈ പ്രചണ്ഡാജ്ഞ, അതാണ് അമ്മ. പ്രസവിത്രയാണ് അല്ലേ? പ്രാണേശ്വരി പ്രാണദാത്രി. ആ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ അമ്മയുടെ പ്രകാശമാണ് സൂര്യനായിട്ട് നമുക്കെല്ലാം കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന. സൂര്യൻ മാത്രമല്ല, ചന്ദ്രനായിട്ടും ഗ്രഹ നക്ഷത്രങ്ങളായിട്ടും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഇവിടെ നല്ലൊരു മന്ത്രം പറഞ്ഞു തന്നു നമുക്ക്. നമോ ജ്യോതിർലോകായ കാലായനായ അന്വിഷാമ്പതേ മഹാപുരുഷായ അഭിധീമഹി. 23ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ഗ്രഹ നക്ഷത്രങ്ങളെ മുഴുവനും എന്നും അണങ്ങണമെന്നാണ് പറയാം. പക്ഷേ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. നമ്മളവിടെ അവിടെ പുറകിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനെ കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ സാധനമൊന്നുമില്ല, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതി വെച്ചാൽ അത് വായിച്ചിട്ട് പോകാമെന്നല്ലാതെ ഈ സാധനത്തിന് ഇങ്ങനെ അറിയില്ല. ഇതിൽ ആരെ എന്തൊക്കെയാണ് ഭരിക്കേണ്ടത്, നമ്മുടെ സമയം കാലക്കേട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് എപ്പോഴും കാലക്കേടാണ്, അല്ലാതെ നമുക്ക് നന്മയൊന്നുമില്ല. കാലക്കേട് മാറാൻ എൻ്റെ മാത്രം മറ്റാരും തുണയില്ലെനിക്ക് ഗുരുവായൂരപ്പാ നീ മാത്രമേ തുണയുള്ളൂ എന്നുള്ള ആ ഒത്ത് വരണം. അപ്പം അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിനെ നിറഞ്ഞിരിക്കുന്ന സൂര്യാദി ഗോളങ്ങളെയും നക്ഷത്രാദികളെയും മുഴുവനും ഗ്രഹങ്ങളെയും മുഴുവനും സ്തുതിക്കുന്ന നമസ്കരിക്കുന്ന ഒരു ചെറിയ മന്ത്രം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. അതിനെ ധ്യാനിച്ചാലേ മതി. ആ മന്ത്രം എന്നും ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേതൽ കാലജമാശുഭാവം. എല്ലാ കാലക്കേടുകളും മാറുന്ന പറഞ്ഞിട്ടാണ് ഓം നമോ ജ്യോതിർലോകായ കാലായനായ അനിമിഷാമതയെ മഹാപുരുഷായ അഭിധീമഹി. നല്ലൊരു ഗ്രഹശാന്തി മന്ത്രം എന്ന് പേര് അല്ലേ? ഈ മന്ത്രം ചൊല്ലണതൊക്കെ വളരെ വിശേഷമായിട്ട് പറഞ്ഞു. 24ാമത്തെ അധ്യായത്തിൽ രാഹുവാദി സ്ഥിതികളെ കുറിച്ച് പറഞ്ഞു. രാഹു എന്ന തമോ ഗ്രഹത്തിനെ കുറിച്ചും അതേപോലെ അതിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്ന അസുരാദി ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു.
എന്നിട്ടാണ് ഈ ലോകത്തിനെ മുഴുവനും താങ്ങി നിർത്തുന്നതായിരിക്കുന്ന അനന്തനെ കുറിച്ചാണ് വർണ്ണിച്ചത്. യദ്രൂപം ധ്രുവമകൃതം യദേകമാത്മന്നാനാധാര കഥമുഖവേദ തസ്യവം ഏകവസ്തു ആ സച്ചിദാനന്ദം അനന്തം അനന്തമായിരിക്കുന്ന അനന്തനെ കുറിച്ച് പറഞ്ഞു. ആ 28ാമത്തെ അധ്യായത്തിനുള്ള ഒരു പ്രത്യേകത, ഇതിൽ ചില മന്ത്രങ്ങളൊക്കെ പറയുന്നത് അനന്തായ നമ, ഓം ശേഷായ നമ, ഓം ഏകകുണ്ഡലായ നമ, ഓം വൈജയന്തിധാരിണേ നമ. ഈ മന്ത്രങ്ങളൊക്കെ ജയിച്ചാൽ മതി എന്നാണ്. ആ വൈജയന്തിധാരിണേ നമ, സംരക്ഷണമൂർത്തയേ നമ, അനന്തായ നമ, ശേഷായ നമ, ഏകകുണ്ഡലധരായ നമ. ഈ നാമങ്ങളൊക്കെ അറിയാതെ ഉണ്ടെങ്കിലും നാവിൽ വന്നാലേ മതി. എത്രയോ ജന്മത്തിലെ പാപങ്ങളും ഒരേ കത്തിച്ചാമ്പലായിത്തീരുന്നതാണ്. അത് മാത്രമല്ല അഹം എന്ന അഭിമാനത്തിനെ കാണിക്കുന്നതാണ് ഈ അനന്തസ്വരൂപം. അപ്പോൾ അനന്തം എവിടെയാണെന്ന് വെച്ചാൽ അനന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ അഹം എന്ന ഭാവത്തിൽ നിറഞ്ഞിരിക്കുന്നു. അനന്തചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായികവേണ നിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ആ അഹത്തിനെയാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരിക. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് സംരക്ഷണമൂർത്തി. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു അംശമായിട്ട് നമ്മുടെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോഴാണ് നരകം അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നരകമൊന്നുമില്ല. എപ്പോഴാണോ തമസ് നമ്മളിൽ വരുന്നത് അപ്പം അതിൻ്റെ പേര് നരകം. എപ്പോൾ നമ്മളിൽ സത്വഗുണം വർദ്ധിക്കണോ അപ്പം അതിൻ്റെ പേര് സ്വർഗം. ഇപ്പൊക്കെ നമ്മളെവിടെ ഇരിക്കണം? ഇപ്പം നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത് അല്ലേ? കാരണം എന്താ? ഭാഗവതം വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അമ്മയുടെ തിരുവട്ടത്തിരിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്വർഗവാസികളായി. എപ്പം നമ്മൾ ഇവിടുന്ന് മാറി അവിടെ പോയി ചായയും പഴം കഴിക്കുമ്പോൾ നമ്മുടെ ഭാവം മാറി നമ്മൾ തമോഗുണത്തിലേക്ക് പോകും. അപ്പം നമ്മളെന്തായി? നരകത്തിലേക്കായി. ഇങ്ങനെയാണ് നമ്മുടെ ഭാവം. ഇപ്പോൾ 4 മണി കഴിഞ്ഞാൽ പിന്നെ നരകം, അതേപോലെ സ്വർഗം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് അത്രയവ നരക സ്വർഗ. നരകവും സ്വർഗവും ഒന്നുമില്ല. പക്ഷെ ഭാഗവതം എന്തിനും നരകത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ വിധി നിഷേധങ്ങളെ കുറിച്ച് പറയാനാണ്. ഇന്ന മാതിരി ആവണം, ഇന്ന മാതിരി ആവരുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭാഗവതം എപ്പോഴും നല്ലൊരു സുഹൃത്തിനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഇങ്ങനെ ചെയ്യരുത്. നല്ല സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ? ഇനി അങ്ങനെ പോലെ കുഴപ്പമുണ്ടാകും കേട്ടോ. നമുക്ക് നല്ല സ്വരൂപത്തിൽ നമ്മളെ ചേർത്ത് നിർത്തി പറഞ്ഞു തന്നൊരു മിത്രത്തിനെ പോലെയാണ് എപ്പോഴും ഭാഗവതം. അതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. ഭാഗവതത്തിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണവും നല്ലൊരു സുഹൃത്ത് എങ്ങനെയാണ് നമ്മളെ നേർവഴി കാണിച്ചു തരുന്നത്, അതേപോലെ നമ്മളെ ചേർത്ത് നിർത്തി കാണിച്ചു തരും. ഇന്നതിലേക്ക് പോകരുത് കേട്ടോ, ഇന്ന മാതിരി ആവണമെന്നാണ്. വേദങ്ങൾ അങ്ങനെയല്ല. അച്ഛനെ പോലെയാണ് എന്നൊക്കെ അഡ്മിനിസ്റ്റർ നല്ല പെടാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടുന്നൊക്കെ പറയും. അപ്പോൾ ഭാഗവതം അങ്ങനെ ഇന്നത് കിട്ടുന്നതല്ല പറയാ. അങ്ങനെ ആവരുത് കേട്ടോ, നല്ല ഉപദേശമാണ് തരിക അല്ലേ? അതിൻ്റെ പ്രത്യേകത. അതേപോലെ കാവ്യം പിള്ളേരുടെയൊക്കെ കവിതകൾ ഇതൊക്കെ ഒരു കാമുകിയെ പോലെയാണ്. അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല എന്നാണ്. കാമുകിയുടെ വർത്താനം കേട്ട് നമ്മളതിൽ പെട്ടുപോയാൽ നമ്മുടെ ഇടപാടില്ല. അപ്പോൾ കാമുകിയെ പോലെയാണ് കാവ്യ നാടകാദികളിലൊക്കെ നമ്മൾ ഭ്രമിച്ചു കൊണ്ടേ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചാര വാക്കുകളെ കൊണ്ട് ഭ്രമിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിനുണ്ട് ഓരോ പ്രത്യേകതകളെ. അപ്പോൾ സാഹിത്യം അതേപോലെ കാവ്യ നാടകാദികളൊക്കെ അങ്ങനെയുള്ളതാണ്. അതൊക്കെ ഒരു കാമുകിയെ പോലെയാണ്. വേദങ്ങൾ അച്ഛനെ പോലെയാണ്. ഭാഗവതം എങ്ങനെയുള്ളതാണ്? ഭാഗവതം നല്ലൊരു സുഹൃത്തിനെ പോലെയാണ്. നമ്മളെ ചേർത്ത് നിർത്തി നമുക്ക് നല്ലത് പറഞ്ഞു തരിക. അപ്പോൾ വേണ്ടാത്തരത്തിലേക്ക് പോകാതെ കണ്ടിരിക്കാം. അതാണ് നമുക്ക് വേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മനസ്സ് അറിയാതെ കൊണ്ട് നമ്മൾ പോണിതേ വേണ്ടാത്തയിലേക്കൊക്കെ നമുക്കറിയാം പോകുന്നത് തെറ്റിലേക്കാണെന്നൊക്കെ അറിയാം. എന്നാലും അറിയാതെ കൊണ്ട് പോകും. അത് നമ്മുടെ മനസ്സ് ജലം പോലെയാണെന്ന് പറയും. എപ്പോഴും കീഴ്പോട്ടേക്കല്ലേ ജലം, അല്ലാണ്ട് മേപ്പോട്ടേക്ക് ഞാൻ നാളെ തൊട്ട് മേപ്പോട്ടേക്ക് ഒഴുകാൻ പോകാം. ഏതെങ്കിലും മഴ വന്നിട്ടുണ്ടോ? അതിന് അങ്ങനെ പോകാൻ മനസ്സൊന്നുമില്ല. അതിന് കീഴ്പോട്ടേക്ക് വരാനാണ് ഇഷ്ടം. അതേപോലെ നമ്മുടെ മനസ്സിന് ഇഷ്ടം എന്താ? എപ്പോഴും കീഴ്പോട്ടേക്ക് പോകാനാണ്. അങ്ങനെ കീഴ്പോട്ടേക്ക് പോകുന്നതിൻ്റെ പേരാണ് നരകം എന്ന് പറയുന്നത്. ആ മനസ്സിനെ മേപ്പോട്ടേക്ക് ആക്കി മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? സജ്ജനങ്ങളുമായിട്ട് സംസർഗം നേടുക. എത്ര നാമം ജയിക്കാമോ സത്യം കൂടാതെ നാമങ്ങൾ എപ്പോഴും നാമം ജയിച്ചുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം നമുക്ക് നാമം ജയിക്കാൻ പറ്റുന്നോ അത് എത്ര നാമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ തിരുനാമ സങ്കീർത്തനങ്ങളെ കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആ നാമത്തിൻ്റെ മഹിമ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അജാമളൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കേൾക്കാനുള്ളത്. അല്പനേരം നിർത്തിയിട്ട് നമുക്കതൊക്കെ പറ്റുന്നത് പോലെ അനുസ്മരിക്കാം.
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ